بسم الله الرحمن الرحيم. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1617 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 2ാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരെ പങ്കെടുക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور صدق الله العلي العظيم. സൂറത്ത് സുമറിലെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം പൂർത്തീകരിച്ചതിനെ തുടർന്ന് നമ്മൾ ഈ സൂറത്തിന്റെ പഠന സന്ദർഭത്തിൽ പലരും ഉന്നയിച്ച ചോദ്യങ്ങളും പലരും നടത്തിയ പ്രതികരണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലായിരുന്നു. ഒരു ദിവസം നമ്മൾ ആ ചർച്ചയ്ക്ക് വേണ്ടി നീക്കിവെക്കുകയുണ്ടായി. 1-2 ദിവസങ്ങൾ കൂടി ഈ സൂറത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രതികരണങ്ങൾക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. ഇന്ന് ഏതാനും ചോദ്യങ്ങൾ പരിഗണിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തത്, ഈ സ്വർഗനരക വർണ്ണനകൾ കൊച്ചുകുട്ടികൾ പോലും ഇന്ന് സ്വീകരിക്കുമോ? ഇതൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പരിമിതമായ അറിവ് വെച്ച് അറബി സാമ്രാജ്യത്വം പ്രചരിപ്പിക്കാൻ ഖലീഫമാർ കൊണ്ടുവന്ന കഥകളല്ലേ എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന അവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിരന്തരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണിത്. ഇത് ഒറ്റവാക്കിൽ ഇതിനുള്ള ഉത്തരം അങ്ങനെയുള്ള ഖലീഫമാര് കൊണ്ടുവന്ന കഥകളല്ല. സ്വർഗവും നരകവും ഒക്കെ ഖലീഫമാര് എന്ന പ്രതിഭാസം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുടർച്ചക്കാരായിക്കൊണ്ട് ഭരണനിർവഹണം നടത്തിയ ആളുകളാണല്ലോ ഖലീഫമാര്. അവര് അധികാരം കൈയാളുന്നതിനു വേണ്ടി രംഗത്ത് വരുന്നതിന്റെ
പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യരാശിയെ കേൾപ്പിച്ചിട്ടുള്ള സംഗതികളാണ് ഇവിടെ നമ്മൾ പരാമർശിക്കുന്ന സ്വർഗനരക കാര്യങ്ങൾ. ഈ സംഗതികള് തന്നെ നമുക്ക് പൂർവിക വേദങ്ങളിലും തൗറാത്ത്, ഇഞ്ചീല് പോലെയുള്ളതിലൊക്കെ പരാമർശിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് ഖുർആൻ അല്ല ലോകത്തോട് ആദ്യമായിട്ട് പറയുന്നത് പോലും. ഇംഗ്ലീഷ് കവി ജോൺ മിൽട്ടന്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, വളരെ വലിയ ദൈർഘ്യമുള്ള 12 ഭാഗങ്ങളായിട്ടുള്ള ഒരു ഇതിഹാസ കാവ്യം. പാരഡൈസ് ലോസ്റ്റ് എന്നാണ് ആ കവിതയുടെ, ആ ഇതിഹാസ കാവ്യത്തിന്റെ പേര്. പറുദീസ നഷ്ടം എന്നൊക്കെ വേണമെങ്കിൽ അതിന് മലയാളത്തിൽ മനസ്സിലാക്കാം. ആ കവിതയില് വലിയ ദീർഘമായ വിവരണം ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നരകത്തെക്കുറിച്ചും അവിടെ പതിക്കേണ്ടി വന്ന പിശാചിനെ കുറിച്ചും സൈറ്റനെ കുറിച്ചും അതുപോലെയുള്ള പല സംഭവങ്ങളും വിവരിക്കുന്ന കാണാം. അപ്പൊ ഇത് ഖുർആൻ ആദ്യമായിട്ട് പറഞ്ഞ സംഗതിയല്ല. അള്ളാഹു പ്രവാചകന്മാരിലൂടെ മനുഷ്യ സമൂഹത്തെ അറിയിച്ച കാര്യങ്ങളാണിത്. പൂർവിക പ്രവാചകന്മാരും പൂർവിക വേദങ്ങളും ഒക്കെ ഈ നരകവും സ്വർഗവും ഒക്കെ പരാമർശിക്കുന്നുണ്ട്. അതിലൊരു പക്ഷെ ഏറ്റവും കൃത്യത ഉള്ള, ഏറ്റവും ശരിയായ വിവരണം ഇന്ന് ഇത് സംബന്ധമായിട്ട് അവശേഷിക്കുന്ന വിശുദ്ധ ഖുർആനിലാണ്. കാരണം അതില് കൈകടത്തലുകളോ മനുഷ്യന്റെ ഇടപെടലുകളോ ഒന്നും നടന്നിട്ടില്ല എന്നത് കണിശമായി ഉറപ്പായി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിന്റെ സംരക്ഷണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നത് അല്ലാഹു സ്വന്തം ചുമതലയായിട്ട് ഏറ്റെടുത്ത ഒരു കാര്യമാണ് എന്നതൊക്കെ. പൂർവിക വേദങ്ങളിൽ കൈകടത്തലുകൾ പല നിലക്കും നടന്നതായിട്ടും നമുക്ക് അവരുടെ തന്നെ സ്രോതസ്സുകളിൽ, പൂർവിക വേദങ്ങളുടെ അനുയായികളായ സമൂഹങ്ങളുടെ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോ ഇത് അന്നത്തെ അറബി സാമ്രാജ്യത്വം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഖലീഫമാരുണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് വളരെ ഫൂളിഷായ ഒരു ആശയമാണ്. ഈ സ്വർഗനരക വർണ്ണനകൾ ഇന്ന് കൊച്ചു കുട്ടികൾ പോലും ഇത് സ്വീകരിക്കില്ല എന്നതാണ് ചോദ്യം, അല്ലെങ്കിൽ ഈ പരാമർശം നടത്തിയ ആളുടെ ഒരു നിലപാട്. അദ്ദേഹം പറയുന്ന അതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് 8 ബില്യൺ ആളുകളാണ്. ജനസംഖ്യ 8 ബില്യൺ ആണ്. മനുഷ്യരുടെ എണ്ണം ആകെ 8 ബില്യൺ. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. 2020 ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് അതില് 2 ബില്യണിലേറെ ആളുകൾ മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 26% തന്നെ 2020 അതിനുശേഷം പിന്നെയും വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോ 2020 എസ്റ്റിമേഷൻ വെച്ചുകൊണ്ട് ലോകത്തെ ജനസംഖ്യയിലെ 1/4, ഏറ്റവും ചുരുങ്ങിയത് 1/4, അതില് ഒരു അതിനേക്കാൾ കുറച്ചുകൂടി അധികം വരും. എന്തായാലും 26%-ലേറെ ജനസംഖ്യ മുസ്ലിങ്ങളുടേതാണ്. ഇവര് വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ്. അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹം അവരുടെ എന്തൊക്കെ വ്യതിചലനങ്ങളും വൈകല്യങ്ങളും വീഴ്ചകളും ഒക്കെ അവരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ടെങ്കിലും അവര് നരകസ്വർഗങ്ങളിൽ ദൃഢബോധ്യമുള്ള, വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ചോദ്യം ഉന്നയിച്ച ആള് അബദ്ധങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു ഘോഷയാത്ര തന്നെ വേണമെങ്കിൽ ഈ ചോദ്യത്തില് നിരത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും വലിയ അബദ്ധങ്ങളാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇത്തരം ചോദ്യങ്ങൾ അയാൾ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചുകൊണ്ട് തീരുമാനം എടുക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം, ഈസാ നബി കാഹളം മുഴക്കി വിചാരണ നടത്തിയതിനു ശേഷം മാത്രമേ സ്വർഗനരകങ്ങൾ കിട്ടൂ എന്നാണല്ലോ ചിലർ പറയുന്നത് എന്നാണ്. ഇസ്ലാമിന്റെ വിശ്വാസ പശ്ചാത്തലത്തിൽ ഖുർആന്റെയോ സുന്നത്തിന്റെയോ അടിസ്ഥാനത്തിൽ അങ്ങനെ
ഈസ അലൈഹിസ്സലാം കാഹളം മുഴക്കുക, വിചാരണ നടത്തുക എന്നൊരു സംഗതിയൊന്നുമില്ല. ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ ദൗത്യം അള്ളാഹു നിശ്ചയിച്ച പ്രകാരം അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹം പ്രതിസന്ധികളിൽ അകപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹത്തെ അള്ളാഹു ആകാശത്തേക്ക് തന്റെ അടുക്കലേക്ക് ഉയർത്തി. ഈസ അലൈഹി ഇസ്ലാം മറ്റെല്ലാ മനുഷ്യരെയും പോലെ മരിച്ചു പോവേണ്ട ഒരാള് തന്നെയാണ് എന്നതിനാൽ അദ്ദേഹം ഭൂമുഖത്തേക്ക് തിരികെ വരും എന്നതാണ് ഖുർആൻ നൽകുന്ന സൂചന. അതുപോലെ ഹദീസുകളിൽ പല വിശദാംശങ്ങളും കാണാൻ സാധിക്കും. എന്തായാലും ഈസ അലൈഹി ഇസ്ലാം മറ്റൊരു ടൈം സോണിൽ നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അദ്ദേഹം ഭൂമുഖത്തേക്ക് അവസാനകാലം ലോകാവസാനത്തിന്റെ മുമ്പായി എത്തും. അതുപോലെ ചില പ്രവചിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനെ തുടർന്ന് മരിച്ചു പോവുകയും ചെയ്യും എന്നതാണ് മുസ്ലിം സമൂഹം മനസ്സിലാക്കുന്ന കാര്യം. അദ്ദേഹം കാഹളത്തിൽ ഊതുക എന്നൊരു പരിപാടിയോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് നരക സ്വർഗങ്ങള് സംഭവിക്കുക എന്നുള്ള സംഗതിയോ ഒന്നും ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമല്ല. മറ്റൊരു ചോദ്യം, ഈ ലോക ജീവിതം നേരാം വണ്ണം ജീവിക്കുകയല്ലേ വേണ്ടത്? ഈ മതം തലക്ക് പിടിച്ച് ജീവിതം ദുസ്സഹമാക്കാതെ എന്നാണ്. ഇതേ ആള് തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോ ഈ ചോദ്യത്തില് ഈ ലോക ജീവിതം നേരാം വണ്ണം ജീവിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത്. അതിന് നിങ്ങളുടെ കയ്യിലുള്ള മാർഗദർശനം എന്താണ്? നേരാം വണ്ണം എന്ന് പറയാൻ ഒരു മാനദണ്ഡം ആവശ്യമില്ലേ? ഒരു മാനദണ്ഡം ഉണ്ടെങ്കിലേ നേരാം വണ്ണം എന്നും അല്ലെങ്കിൽ മോശമായ വണ്ണം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരു യാഡ് സ്റ്റിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കും ഏതാണ് ശരിയായ ജീവിത സരണി, എങ്ങനെയാണ് നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, നേരാവണ്ണം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടണമല്ലോ. അതിന് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരാള് ജീവിതം നേരാവണ്ണം ജീവിക്കുക എന്നത് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ എങ്ങനെ ചെയ്യും? അതിന്റെ മാനദണ്ഡം എന്താണ്? ശരി ഏത് തെറ്റേത് എന്ന് തീരുമാനിക്കപ്പെടാൻ ചില മാനദണ്ഡങ്ങൾ ആവശ്യമുണ്ട്. ഏത് വിഷയത്തിലും ശരിയും തെറ്റും തീരുമാനിക്കാൻ മാനദണ്ഡം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ മാനദണ്ഡം നൽകലാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരും മുഖേന അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ള ഈ ദീനിന്റെ ദൗത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യം എത്ര അബദ്ധമാണ് എന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. മതം തലക്ക് പിടിച്ച ജീവിതം ദുസ്സഹമാക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതി, മതം എന്നൊരു സംഗതിയെ ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ളത് ദൈവിക മാർഗദർശനാണ്. മതം എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെയും അഭിപ്രായം അല്ലെങ്കിൽ ഒരു തരം ഒരു ഭ്രാന്ത് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഗതിക്കാണ് മതം എന്ന് പറയുന്നത്. അത് ഇസ്ലാം അതല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീനാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ദൈവിക ജീവിത വ്യവസ്ഥയാണ്. അത് പ്രപഞ്ചനാഥനായ മനുഷ്യന്റെ സ്രഷ്ടാവായ ദൈവം അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ജീവിത മാർഗദർശനാണ്. അതിന്റെ പേരാണ് ഇസ്ലാം എന്നത്. മതം എന്നത് വേറെ ആളുകള് പല ആചാരങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ വികലമായ ചിന്തകളുടെയൊക്കെ ഫലമായിട്ട് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള അവരുടെ വീക്ഷണഗതികൾക്കാണ് മതം എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തില് ഇസ്ലാം ഒരു മതമല്ല, ഇസ്ലാം ദൈവികമായ ജീവിത മാർഗദർശനമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് തലക്ക് പിടിച്ച് എന്ന് പറയുന്ന ആ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. തലയിൽ ഉൾക്കൊള്ളുകയാണ്, തലക്ക് പിടിക്കുകയല്ല. അത് ഒരു ഭ്രാന്തൊക്കെ പോലെയുള്ള ഒരു സംഗതിയാണല്ലോ, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റീരിയ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു ഒബ്സെഷനൊക്കെ പോലെയുള്ള ഒരു സംഗതിക്കാണ് ഈ തലക്ക് പിടിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ബുദ്ധി, മസ്തിഷ്കം, ചിന്താശേഷിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് യാഥാർത്ഥ്യം കണ്ടെത്തുകയും അത് ഉൾക്കൊള്ളുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിവോടുകൂടി ജീവിത പ്രയാണം നടത്തുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യം. തലക്ക് പിടിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. അത് കൊണ്ടു നടക്കുന്ന ധാരാളം ആളുകളെയും ജീവിത രീതികളെയൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ കാണാൻ കഴിയും. തലക്ക് പിടിക്കുന്ന ആളുകൾ. അങ്ങനെ തലക്ക് പിടിക്കൽ ഇസ്ലാമിലില്ല. ഇസ്ലാം ബുദ്ധി കൊണ്ട്, അതാണ് ഖുർആൻ ചോദിക്കുന്നത്, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ?
ഹൽ യസ്തബി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഈ വല്ലദീന ലാ യഅലമൂൻ എന്ന് പറയുന്ന അറിവില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ, അവരും അറിവുള്ളവരും ഒരുപോലെ ആവുകയില്ല. അറിവില്ലാത്തവര് മതം എന്ന പേരിൽ മതമിളകി നടക്കുന്ന ചില ഭ്രാന്തുമായിട്ട് അവര് നടക്കാറുണ്ട്. അത് ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള മതമിളകി നടക്കുന്നവർക്ക് വല്ല ചികിത്സയും കൊടുക്കുകയാണെങ്കിലൊക്കെ ഫലം ഉണ്ടായിന്ന് വരും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോ ആ ചോദ്യങ്ങളൊക്കെ അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം ഈ സൂറത്തിലെ താഗൂത്തിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതിനൊരു ചോദ്യം ഒരാൾ ഉന്നയിക്കുകയും അതിനെ തുടർന്ന് ആ ചോദ്യത്തിന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഉത്തരം നൽകാം എന്ന നിലക്ക് പറഞ്ഞു വെക്കുകയും ചെയ്തതാണ്. അതിനെ തുടർന്ന് ഒരാള് ഒരു വോയിസ് ഇവിടെയൊക്കെ ചെയ്തു നമ്മൾ ആ ഗ്രൂപ്പിൽ ഉത്തരമായി. ആ വോയിസും മറ്റൊരു ചോദ്യമായിട്ട് പരിഗണിക്കേണ്ടി വരുന്ന വിധത്തിലാണ് ഉള്ളത്. ഞാൻ രണ്ടും നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നാമത്തത്, ഇന്ന് നാം പഠിച്ച സൂറത്തില് 16-18 ആയത്തുകളിൽ താവൂത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉള്ള സംശയമാണിത്. താവൂത്ത് എന്നാൽ പിഴച്ചത് എന്നാണല്ലോ അർത്ഥം. തൊക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. തൊക എന്ന് പറഞ്ഞാൽ ധിക്കരിക്കുക എന്നാണ്. പിഴക്കൽ തന്നെയാണ്. അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ് ശരിയായ ഒരു നിലപാട് എങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പിശാച് ചെയ്ത പണിയുണ്ടല്ലോ, അതാണ് ഇന്നഹു തൊക എന്നത്. ഫിറൗനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഖുർആനിൽ. അതുപോലെ പിശാചിന്റെ ഒരു നിലപാടായിട്ടും നമുക്കതിനെ പരാമർശിക്കപ്പെടുന്നത് കാണാൻ കഴിയും. അപ്പോ എങ്കിൽ ഇന്നലെ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിജയിച്ചവരെല്ലാം ഇന്ത്യൻ ഭരണഘടന മുൻനിർത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്, അതും അള്ളാഹുവിന്റെ നാമത്തിൽ. ഇസ്ലാമിക വ്യവസ്ഥയല്ലാത്ത ഒന്നിനെ ഞാൻ അനുസരിക്കുമെന്ന് പറയുന്നത് താവൂത്തിനെ പിൻപറ്റലല്ലേ? വിശേഷിച്ച് മദ്യം, ലോട്ടറി, ലഹരി തുടങ്ങി ഇസ്ലാം ഹറാമാക്കിയ പല കാര്യങ്ങളും അംഗീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലേ? മറ്റൊന്ന്, ഒരാൾക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം അയാളുടെ സംഘടനയുടെ അമീർ അല്ലെങ്കിൽ നേതാവ്, ഷെയ്ഖ് എന്നിവർ പറയാത്തത് കൊണ്ട്, ഉദാഹരണം ഫജറിന്റെ ഖുനൂത്ത് നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന, ഇതൊക്കെ പിൻപറ്റാത്തതും താവൂത്തിനെ പിൻപറ്റലല്ലേ എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം. ഈ ചോദ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഒരാളൊരു ദീർഘമായ വോയിസ് വിട്ടിരുന്നത് ഗ്രൂപ്പിൽ. അതും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിന്റെ മുമ്പ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാം. താഗൂത്ത് എന്നത് ഈ സൂറത്തിൽ 16-18 ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അത് അതിങ്ങനെയാണ്: വല്ലദീന ജിത്തനബു താഗൂത്ത അൻ യഅ്ബുദൂഹ വ അനാബു ഇലല്ലാഹി ലഹുമുൽ ബുശ്റ ഫബശ്ശിർ ഇബാദ്. താഗൂത്തിനെ കൈവെടിയുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും താഗൂത്തിനെ ഇബാദത്ത് ചെയ്യാൻ, താഗൂത്തിനെ അടിമപ്പെടാൻ സന്നദ്ധരാവാതെ അവയെ കൈവെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞവർ, അത്തരം ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്, അവരെ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ 17-ാമത്തെ ആയത്തിൽ പറയുന്നത്. അവരുടെ ഒരു പ്രത്യേകത എന്താണ് എന്നതാണ് 18-ാമത്തെ ആയത്തിൽ തുടർന്ന് പറയുന്നത്. അല്ലദീന യസ്തമിഊനൽ ഖൗല, അവരെ എല്ലാ സംസാരങ്ങളും എല്ലാ ഭാഷണങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കും. ഫയത്തബിഊന അഹ്സനഹു, അതിലേറ്റവും ഉത്തമമായതിനെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുകയും ചെയ്യും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അള്ളാഹു മാർഗദർശനം ചെയ്ത ആളുകളാണ് അവര്. വ ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ള ആളുകൾ എന്നുമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ അള്ളാഹുവിനെ ഇലാഹായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെടുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റാർക്ക്, അത് വിഗ്രഹങ്ങളാവാം, ആൾദൈവങ്ങളാവാം, അധികാരം കൈയാളുന്ന ആളുകളാവാം, ഒരു രാഷ്ട്രീയ വ്യവസ്ഥയൊക്കെ ആവാം, അങ്ങനെ പലതുമായും ആകാം ഈ താഗൂത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള
ആ സംഗതികൾക്ക് വിധേയത്വം നൽകുന്ന, മനുഷ്യർ അല്ലാഹു അല്ലാത്ത ഏത് ശക്തികൾക്ക് വിധേയത്വം നൽകുന്നുണ്ടെങ്കിലും അതിനെയൊക്കെയും പരാമർശിക്കാവുന്ന ഒരു പേരാണ് താവൂത്ത് എന്നത്. ഭാഷാപരമായി അതിന്റെ തൊക എന്നതാണ് ആ വാക്കിന്റെ റൂട്ട്. ധിക്കാരം കാണിച്ചു, അഹന്ത നടിച്ചു എന്നൊക്കെയാണ് ആ വാക്ക് നൽകുന്ന സൂചന. അപ്പൊ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചുകൊണ്ട് മറ്റ് വല്ലവരെയും വല്ലവർക്കും അടിമപ്പെടുന്ന, വിധേയപ്പെടുന്ന, അവരെ അനുസരിക്കുന്ന, അവരെ അനുധാവനം ചെയ്യുന്ന രീതികൾ ആരെങ്കിലുമൊക്കെ പിന്തുടരുന്നുണ്ടെങ്കിൽ അവര് താവൂത്തിനെയാണ് ആരാധിക്കുന്നത്, താവൂത്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറയാം. ഇസ്ലാം എന്നത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പൂർണമായ ജീവിത മാർഗദർശനമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഒരു മേഖലയും അതിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്തിയിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ജീവിതത്തിൽ മനുഷ്യന് ആവശ്യമുള്ള, അത് വ്യക്തി ജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും മനുഷ്യർക്ക് ആവശ്യമുള്ള ഏതേത് മേഖലയിലും വേണ്ട മാർഗദർശനം അടങ്ങിയിട്ടുള്ളതാണ് ഇസ്ലാം എന്നത്. ഈ മേഖലകളിലൊക്കെയും തന്നെ മനുഷ്യൻ വിധേയപ്പെടേണ്ടത് അള്ളാഹുവിനാണ് തന്നെ. ഒരു മേഖലയിലും അള്ളാഹു അല്ലാത്തവർക്ക് വിധേയപ്പെടാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. എന്നല്ല, അവൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള അവന്റെ ഈ സത്യദീൻ, ഈ മാർഗദർശനം, അതിലേക്ക് പൂർണ്ണതയോടുകൂടി പ്രവേശിക്കണം എന്നുമാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ദുഖുലു ഫി സിൽമി കാഫ എന്നാണ് നിർദ്ദേശം. നിങ്ങൾ എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് അള്ളാഹുവിനുള്ള വിധേയപ്പെടലിലേക്ക് വരണം എന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ഒരു മേഖലയിലും അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു അധികാര സംവിധാനത്തെയോ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും വിധേയത്വം നൽകുന്ന വിധത്തിലുള്ള ഒരു നിലപാടോ സ്വീകരിക്കാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഈ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഒക്കെ പിന്തുടരുന്ന, അതിന് സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഗതി അഭികാമ്യമേ അല്ല, അവർക്ക് ചേരുന്ന ഒരു സംഗതിയേ അല്ല. അപ്പോ ആരെങ്കിലും ഏതെങ്കിലും ജീവിത മേഖലകളിൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുക അല്ലെങ്കിൽ വിധേയത്വം അള്ളാഹുവിന് നൽകുന്നതിന് പകരം വേറെ ആർക്കെങ്കിലും വിധേയത്വം നൽകുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ അവര് ഭാഗികമായിട്ട് മാത്രമേ അള്ളാഹുവിന് വിധേയപ്പെടുന്നുള്ളൂ എന്നത് വളരെ വ്യക്തമാണ്. അപ്പോ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും വിധേയത്വം നൽകേണ്ടത് അള്ളാഹുവിനാണ്. അതിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും അള്ളാഹുവിനാണ് പൂർണ്ണമായിട്ട് ഒരാള് വിധേയത്വം നൽകേണ്ടത്. അത് ആരാധനയുടെ രൂപത്തിലുണ്ടാവും, അനുസരണയുടെ രൂപത്തിലുണ്ടാവും, വിധേയത്വം കാണിക്കലിന്റെ രൂപത്തിലുണ്ടാവും, അവന് അടിമപ്പെടുന്ന ഒരു മനോഘടന കാണിക്കുന്നതിന്റെ രൂപത്തിലുണ്ടാവും. ഇതൊക്കെ പല രൂപത്തിലുമായിട്ട് നമ്മൾ അത് പ്രവർത്തനത്തിൽ കാണിക്കുന്നുണ്ടാവും. പക്ഷെ അതിനൊക്കെയും അറബി ഭാഷയിൽ ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ ഇബാദത്ത് എന്നതാണ്. മറിച്ച് അതിനോട് ഇടഞ്ഞു നിൽക്കുന്നത് ആണ് ഈ തുഖിയാൻ എന്ന് പറയുന്ന സ്വഭാവവും പ്രകൃതവും ഒക്കെ തന്നെ. അപ്പോ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന വിധത്തില് മറ്റാർക്കെങ്കിലും വിധേയത്വവും അടിമത്വവും ഒക്കെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇസ്ലാം ഒരിക്കലും തന്നെ അംഗീകരിച്ചിട്ടില്ല. ഖുർആൻ അതിനെ ശരിയാണ് എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നുമില്ല. അപ്പോ ഈ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ രണ്ടായത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. താഗൂത്ത് എന്നാൽ പിഴച്ചത് എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റാർക്ക് നമ്മളുടെ വിധേയത്വവും കീഴ്പ്പെടലും അനുസരണവും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും അതൊക്കെയും താഗൂത്തായിട്ടാണ് മനസ്സിലാക്കപ്പെടുക. അപ്പൊ ഇവിടെ ഉന്നയിച്ച ഈ ചോദ്യം, ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിജയിച്ചവരെല്ലാം ഇന്ത്യൻ ഭരണഘടന മുൻനിർത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്, അതും അള്ളാഹുവിന്റെ നാമത്തിൽ. അപ്പൊ ഇവര് ഇസ്ലാമിക വ്യവസ്ഥയല്ലാത്ത ഒന്നിനെ താൻ അനുസരിക്കുമെന്ന് പറയുന്നത് താഗൂത്തിനെ പിൻപറ്റലല്ലേ എന്നതാണ് ചോദ്യം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചരിത്രപരമായ ഒരു ട്രാൻസിഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇസ്ലാം
അത് ഇസ്ലാം പഠിപ്പിച്ച ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും വളരെ ഫലപ്രദമായി സ്വീകരിച്ചിരുന്ന ഒരു സംഗതിയാണ് അവരുടെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. വളരെ കണിശമായ കൃത്യതയുള്ള ആദർശ അടിത്തറയിൽ തന്നെ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുമ്പോഴും ചില നയനിലപാടുകൾ എല്ലാ പ്രവാചകന്മാരും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിലെയും ജീവിത സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ഗുണകരമായ ഒരു പ്രായോഗിക രീതി സ്വീകരിക്കുക എന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും പിന്നീടുള്ള കാലഘട്ടത്തിലും ഒക്കെ അനിവാര്യമായിരിക്കും. അത് അള്ളാഹുവിനുള്ള വിധേയത്വം മറ്റാർക്കെങ്കിലും നൽകുന്ന വിധത്തിൽ ഒരിക്കലും തന്നെ പറ്റുകയില്ല. എന്നാൽ പ്രായോഗിക തലത്തിൽ ചില സ്ട്രാറ്റജീസ് ഇസ്ലാമിക സമൂഹം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അല്ലാത്തപ്പോഴൊക്കെ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും. ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ ഓൾറെഡി രൂപപ്പെട്ടു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പ്രായോഗികമായ തലത്തിൽ നിന്നുകൊണ്ടുള്ള ചില നിലപാടുകൾ വലിയ ദുരന്തങ്ങളും അല്ലെങ്കിൽ ദൂഷ്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ചില ചെറിയ അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രാറ്റജി എന്ന നിലക്ക് ഫലം ചെയ്യാൻ സാധ്യതയുള്ള ചില നയങ്ങളൊക്കെ ആവിഷ്കരിക്കുകയും പ്രയോഗത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുക എന്നത് ഒരു വൈബ്രന്റ് ആയ ഡൈനമിക് ആയ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരിക്കും. അത് പക്ഷെ വലിയ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആവണം. ദിശാബോധമില്ലാതെ മാടുകളെ പോലെ കന്നുകാലികളെ പോലെയൊക്കെ അങ്ങനെ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവരോ നീങ്ങുന്നവരോ ആവുന്ന ഒരവസ്ഥ ഇസ്ലാമിക സമൂഹത്തിന് ഒരിക്കലും പാടുള്ള ഒരു കാര്യമല്ല. എന്നാൽ ലക്ഷ്യം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില നയപരതയും ചില പ്രായോഗികമായിട്ടുള്ള കൂടുതൽ ദ്രോഹകരമായതും അതുപോലെ വിനാശകരമായതുമായ പരിണിതി തടയുന്നതിന് വേണ്ടിയൊക്കെയുള്ള ചില നയപരമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നത് ഇസ്ലാമിക സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേതൃത്വത്തിന്റെ കീഴിൽ നിലകൊള്ളുന്ന ഒരു സമൂഹം എന്ന നിലക്ക് അവർക്ക് ആവിഷ്കരിക്കാവുന്നതും നടപ്പിലാക്കാവുന്നതും ഒക്കെയാണ്. അങ്ങനെയുള്ളതിന് പ്രവാചക മാതൃക നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പ്രവാചകന്മാരുടെയും സമൂഹങ്ങളിൽ അത്തരം മാതൃകകൾ അല്ലെങ്കിൽ അങ്ങനെ പ്രായോഗികമായ ചില വഴികൾ സ്വീകരിച്ചതിന്റെ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ വരെയുള്ള കാലഘട്ടത്തിലുള്ള മക്കയിലെ ജീവിത സാഹചര്യം, അവിടെ ഇസ്ലാം നേരിട്ടുകൊണ്ടിരുന്ന ആദർശപരമായ പ്രതിസന്ധികളൊക്കെ ഇരിക്കെ തന്നെ പ്രായോഗികമായ അവരുടെ ജീവിതം സാധ്യമാക്കുന്ന വിധത്തിലുള്ള നയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ആ ഒരു തലത്തില് ആ ഒരു സംഗതി വലിയ ദൂഷ്യവും വലിയ ദുരന്തവും തടയുന്നതിന് വേണ്ടി, അതുപോലെ താൽക്കാലികമായ ജീവിത സാഹചര്യങ്ങൾ എളുപ്പമാകുന്നതിന് വേണ്ടി, വലിയ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് ഉപകരിക്കുന്ന വിധത്തിൽ ഒക്കെയുള്ള നയങ്ങൾ സ്വീകരിക്കുക എന്നത് ഏത് വൈബ്രന്റ് ആയ ഡൈനമിക് ആയ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളവും ആവശ്യമായ ഒരു കാര്യമാണ് എന്നതാണ് വസ്തുത. ആ ഒരു ബോധ്യത്തോടു കൂടി ഒരു നേതൃത്വത്തിന്റെ കീഴിൽ നിലകൊള്ളുന്ന ഒരു സമൂഹം പ്രായോഗികമായ അത്തരം വഴികൾ കണ്ടെത്തുന്നുവെങ്കിൽ അതിന് ചില പ്രായോഗികമായ ആപ്ലിക്കേഷനും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടി വരും. സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അബദ്ധങ്ങൾ, വലിയ ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഒരു കാര്യമല്ല, പാടുള്ളതുമല്ല. നമ്മുടെ സംവിധാനം, ഇവിടെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനം, അതൊരു മതേതര ജനാധിപത്യ സംവിധാനമാണ്. ഇസ്ലാമിന്റെ ആദർശ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ വലിയ രീതിയിൽ സാധ്യതയുള്ള ഒരു സംവിധാനമാണത്. പക്ഷെ അതിൽ തന്നെ വളരെ വിജിലന്റ് ആയിട്ട് നമ്മൾ നിലകൊള്ളുന്നില്ലെങ്കിൽ ഇസ്ലാമിക ആദർശത്തെ തകർക്കുന്ന വിധത്തിലുള്ള പലതും അതിലടങ്ങിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇതില് നയപരമായ സ്ട്രാറ്റജിക് ആയ
ചില നിലപാടുകളും ചില പ്രായോഗിക രീതികളും രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് നീങ്ങുക എന്നതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാവുകയുള്ളൂ, ഒരു നിർണിത കാലയളവിലേക്കെങ്കിലും. അപ്പോ അതിന് ലക്ഷ്യം വെച്ചുകൊണ്ട്, എന്നാൽ ശരിയായ നമ്മുടെ പ്രിൻസിപ്പിൾസും ആദർശവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില നയങ്ങൾ ആവിഷ്കരിക്കുക എന്നത് ഇസ്ലാമിക സമൂഹം എല്ലാ കാലഘട്ടത്തിലും ചെയ്യേണ്ടി വരും. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. ഇതിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, നിലവിലുള്ള ഒരു ഇസ്ലാമേതര ദൈവവിരുദ്ധമായ എന്തെങ്കിലും ഒരു ആദർശം അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയ വീക്ഷണം, ഈ ഒരു സംഗതി എന്നും നിലനിൽക്കണം എന്ന വിധത്തിൽ അതിനെ ഉയർത്തിപ്പിടിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. മറിച്ച് പ്രപഞ്ച സ്രഷ്ടാവായ ദൈവത്തിന്റെ മാർഗദർശനം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിതമാണ് നമുക്ക് ആവശ്യമായത് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ താൽക്കാലികമായ ചില പ്രായോഗിക വഴികൾ, പ്രായോഗികമായ ചില രീതികൾ വലിയ ദൂഷ്യങ്ങളെ തടയുന്നതിന് വേണ്ടിയൊക്കെ ആവിഷ്കരിക്കുന്ന ആളുകളും ഉണ്ട്. ഇത് രണ്ടും രണ്ടാണ്, ഒന്നല്ല. ഒരു ആദർശപരമായ വിശ്വാസപരമായ അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ചില അവാസ്തവമായ അടിസ്ഥാനരഹിതമായ മിഥ്യകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് അത് എന്നെന്നും നിലനിൽക്കേണ്ടതാണ് എന്ന വിധത്തിലുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോകുന്നതും, പ്രായോഗികമായി ഓരോ സമൂഹത്തിനും അവരുടെ നിലനിൽപ്പിന്റെ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വലിയ ദൂഷ്യങ്ങളെ തടയുന്ന വിധത്തില് പ്രായോഗിക നിലപാടുകൾ സ്വീകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെന്നും ഒരേ നിലപാടായിക്കൊള്ളുന്നില്ല. അത് ഓരോ കാലഘട്ടത്തിന്റെയും ഓരോ സാഹചര്യത്തിന്റെയും പ്രത്യേകതകൾ വിലയിരുത്തിക്കൊണ്ട് ഇസ്ലാമിക വൈജ്ഞാനിക പശ്ചാത്തലമുള്ള പാണ്ഡിത്യമുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകുന്നവരായിക്കൊണ്ട് അവര് രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു നയപരമായ കാര്യമാണ് എന്നതാണ് ഇത് സംബന്ധമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റയടിക്ക് നമ്മുടെ സമൂഹത്തിലെ പലിശ, മദ്യം, ലോട്ടറി, ലഹരി പോലെയുള്ള സംഗതികൾ ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന് ആരും ആഗ്രഹിക്കുന്നതിന് അർത്ഥമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ 23 വർഷക്കാലം എടുത്തുകൊണ്ടാണ് അള്ളാഹു ഇത്തരം സംഗതികൾ, ഇത്തരം തിന്മകൾ സമൂഹത്തിൽ നിന്ന് വിഭാടനം ചെയ്തിട്ടുള്ളത്. മദീനയിലേക്ക് പലായനം ചെയ്ത് എത്തിയിട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മദ്യവും മയക്കുമരുന്നും ചൂതാട്ടവും ഒക്കെ നിഷിദ്ധമായ സംഗതിയായി പ്രഖ്യാപിക്കപ്പെടുന്നതും അതിന്റെ ഒരു ഫലം സമൂഹത്തിൽ ഉണ്ടായി വരുന്നതും ഒക്കെ തന്നെ. അതൊക്കെ ഒറ്റയടിക്ക് നടപ്പിലാക്കുക എന്നത് അള്ളാഹു പോലും സ്വീകരിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് സത്യമാർഗത്തിലേക്ക് വരാൻ വേണ്ടി പറയാനാണ് നമുക്ക് അള്ളാഹു ഒരു വലിയ അവസരം തന്നിട്ടുള്ളത്. ഈ ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ, സത്യം ഉൾക്കൊള്ളാൻ, അവരുടെ മിഥ്യ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അബദ്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസങ്ങളെ കൈവെടിഞ്ഞുകൊണ്ട് പ്രപഞ്ച സ്രഷ്ടാവായ ഏകനായ ദൈവത്തിന്റെ മാർഗദർശനത്തിലേക്ക് കടന്നു വരാൻ ഈ സമൂഹത്തോട് പറയുകയും അതിനെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക് നിലവിൽ വലിയൊരു അവസരമുണ്ട്. ആ അവസരം നഷ്ടപ്പെടുത്താത്ത വിധത്തിലുള്ള പ്രായോഗികമായ ഒരു സമീപനം ഇതില് ഇസ്ലാമിക ആദർശം പിന്തുടരുന്ന ആളുകൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഞാൻ അത് കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് പറയുന്നില്ല, കാരണം അത് എല്ലാ ഘട്ടത്തിലും ഒരേ രൂപത്തിലാവണമെന്നില്ല. വ്യത്യസ്തമായ രീതിയിലും രൂപത്തിലുമാണ് അത് വേണ്ടത്. പക്ഷെ അതൊരിക്കലും തന്നെ നമ്മുടെ കേവലമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാവരുത്. ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഇസ്ലാമിക വിശ്വാസത്തിന് എതിരല്ലാത്ത, ഇസ്ലാമിക വിശ്വാസത്തെ അപകടം ചെയ്യാത്ത, മുസ്ലിം സമൂഹത്തിന്റെ ഒരു ആദർശ സമൂഹം എന്നുള്ള നിലക്കുള്ള ദൗത്യ നിർവഹണത്തിന് തടസ്സമാവാത്ത വിധത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഫോം ചെയ്യപ്പെടേണ്ടത്.
ആ വിധത്തിൽ ഇസ്ലാമിക സമൂഹം ഒരു ലീഡർഷിപ്പിന് കീഴിലേക്ക് ഒരു ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടില്ല. ചിതറിക്കിടക്കുന്ന വ്യത്യസ്തമായ നിലപാടുകളും രാഷ്ട്രീയ താല്പര്യങ്ങളും കൊണ്ട് നടക്കുന്ന, പലപ്പോഴും തീർത്തും ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ടാണ് മുസ്ലിം സമൂഹത്തിൽ പലരും ഇന്ന് നിലകൊള്ളുന്നത്. അപ്പോ പ്രായോഗികമായി ഒരു ഏകസ്വരത്തില് ഒരു 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 നയം പിന്തുടരുക എന്നത് ഈ നമ്മുടെ നാട്ടില് ഒരു സാഹചര്യം അതിന് അനുകൂലമായി ഇതുവരെ രൂപപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പ്രായോഗികമായി ചില വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. അതൊരിക്കലും തന്നെ ബാത്തില് എല്ലാ കാലത്തും ഇവിടെ വാഴണം എന്ന നിലക്ക് നമ്മൾ പറയുന്നവരായിക്കൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നവരായിക്കൊണ്ടല്ല, സത്യമാണ് പുലരേണ്ടത്. അത് പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യന് കാണിച്ചു തന്നിട്ടുള്ള മാർഗദർശനമായ സത്യം, അതാണ് പുലരേണ്ടത്. അതേ നീതി കൊണ്ടുവരികയുള്ളൂ, നന്മ സ്ഥാപിക്കുകയുള്ളൂ, ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കുകയുള്ളൂ. ഇതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോ ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകുന്ന സത്യവും നീതിയും ന്യായവും ഒക്കെ പുലരുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥ കൊണ്ടുവരിക, ഉണ്ടാവുക എന്നതാണ് ലക്ഷ്യം വെക്കേണ്ടത്. അതിന് അത് വന്നു കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഇസ്ലാം അല്ലാത്ത ആളുകൾക്ക് അവിടെ ഇടമില്ലാന്നോ അവരുടെ വിശ്വാസങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നല്ല. അത് ഏറ്റവും ടോളറൻസോട് കൂടി അതിനെ അക്കോമഡേറ്റ് ചെയ്യാനാണ് ഇസ്ലാം നൽകുന്ന നിർദ്ദേശമൊക്കെ തന്നെ. മദീനയില് അതുപോലെ മക്കയിലൊക്കെ തന്നെ ആളുകൾ ഇസ്ലാമിന് വിജയം നേടാൻ സാധിച്ച ഘട്ടത്തിൽ പോലും യഹൂദരും ക്രൈസ്തവരും ഒക്കെ അവിടെയൊക്കെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്, മുശ്രിക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു ആ പരിസരത്തൊക്കെ. അപ്പൊ ഇവര് ഒറ്റയടിക്ക് ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുകയല്ല ചെയ്യുന്നത്. അവരൊക്കെ സത്യം തിരിച്ചറിഞ്ഞ് ഇസ്ലാമിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യ സമൂഹങ്ങളെ ശത്രുക്കളാക്കി മാറ്റുകയോ അകറ്റുകയോ ഭയപ്പെടുത്തുകയോ ഒന്നുമല്ല, സത്യത്തിലേക്ക് കണ്ണ് തുറക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക എന്നതാണ് മുസ്ലിങ്ങൾ ഒരു ആദർശ സമൂഹം എന്നുള്ള നിലക്ക് ചെയ്യേണ്ട ഒരു കാര്യം. എന്നാൽ ആദർശബോധമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ തോന്നിയ പോലെ പല രാഷ്ട്രീയത്തിന്റെയും ആശയങ്ങളുടെയും ആളുകളായിട്ട് അങ്ങനെ പോവുക എന്ന ഒരു സംഗതി ഒരു കാരണവശാലും ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ള ആളുകൾക്ക് പാടുള്ളതല്ല എന്നതാണ് വസ്തുത. ഈ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന്റെ അതിനോടൊരു അനുബന്ധമായിട്ട് ഒരു ചോദ്യം പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം അയാളുടെ സംഘടന, നമ്മുടെ അമീർ, നേതാവ്, ഷെയ്ഖ് എന്നിവർ പറയാത്തത് കൊണ്ട് പിൻപറ്റാത്തതും താവൂത്തിനെ പിൻപറ്റലല്ലേ എന്നാണ്. യഥാർത്ഥത്തില് സംഘടന എന്നതൊക്കെ തന്നെ ഇവിടുത്തെ ഒരു താൽക്കാലികമായ സംവിധാനമാണ്. അതൊന്നും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് അല്ല. ഇപ്പോ മുസ്ലിം സമൂഹം കേരളത്തിന്റെ കാര്യം എടുത്താല് അര ഡസനിലേറെ സംഘടനകൾ ഇവിടെ കാണാൻ കഴിയും, മുസ്ലിങ്ങളുടെ ഏതായിട്ടുള്ള ഓർഗനൈസ്ഡ് ഗ്രൂപ്പുകൾ. അതാണോ ഇസ്ലാം എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതൊക്കെ ചില ചരിത്രപരമായ പശ്ചാത്തലങ്ങളിലും കാരണങ്ങളാലും ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ള സംവിധാനങ്ങളാണ്. ഇവിടെ മുസ്ലിങ്ങൾക്കുള്ള കോമൺ ആയിട്ടുള്ള ഐഡന്റിറ്റി ഇസ്ലാമാണ്. അവര് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. ഏതാണോ വിശുദ്ധ ഖുർആനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടും ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്, അതാണ് പിന്തുടരപ്പെടേണ്ട സംഗതി. ഏതെങ്കിലും സംഘടനകള് എന്തെങ്കിലും അതില് ചില വെള്ളം ചേർക്കലുകൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വല്ല സ്വാർത്ഥ താല്പര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടോ ഒക്കെ ഇതിന് വിരുദ്ധമായ നിലപാടുകളും പ്രവർത്തന രീതിയും ഒക്കെ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അതിന്റെ ആ സംഘടനകളുടെ അനുയായികള് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പിൻപറ്റുന്നവരായി മാറുകയാണ് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും നേതാവോ സംഘടനാ നേതൃത്വമോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഒക്കെ അതില് വല്ല ഡൈല്യൂഷനും വരുത്തിയിട്ട് അല്ലെങ്കിൽ വല്ല കറപ്ഷനും ഉണ്ടാക്കിയിട്ട് അത് പിന്തുടരണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നാം എന്നതേ ഉള്ളൂ. ഞാനത് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ പിന്തുടരേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക്
മുന്നിൽ വെച്ചിട്ടുള്ള ഈ രണ്ട് സ്രോതസ്സുകളാണ്. ഒന്ന് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, സുന്നത്ത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും നമുക്ക് വിശദമായി പഠന വിധേയമാക്കിക്കൊണ്ട് തീരുമാനിക്കേണ്ടതായി ആയിട്ടും ഉണ്ടാകും. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തിയിട്ട് ചില തീരുമാനങ്ങളിലേക്ക് വരേണ്ടതൊക്കെ ഉണ്ടാകും. എന്തായാലും ഇതാണ് അടിത്തറ. അതുകൊണ്ട് അതിന് വിരുദ്ധമായ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് നീങ്ങുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത് അത് സംഘടനയുടെ പേരിലായാലും വ്യക്തികളുടെ താല്പര്യങ്ങളുടെ പേരിലായാലും അതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്പം നീണ്ടുപോയി. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, താഗൂത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് നമ്മളെ ഗ്രൂപ്പിൽ കേട്ടിട്ടുണ്ടാവും. അത് ഒന്ന് അതിന്റെ ഒരു സബ്സ്റ്റൻസ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.